കള ഡൊമിനിക് പോലീസ് ആവാനുള്ള ആഗ്രഹത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാണിച്ച പോലീസിൽ കയറുന്നു. പിന്നീട് ആ സർട്ടിഫിക്കറ്റ് നാളുകൾക്ക് ശേഷം കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഡൊമിനിക് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങി. പുള്ളിയുടെ അസിസ്റ്റന്റായി ജോലി ചെയ്യാൻ വിഘ്നേഷ് വരുന്നുണ്ട്. ഡൊമിനിക് താമസിക്കുന്ന വീടിന്റെ ഓണർ കളഞ്ഞു കിട്ടിയ പേഴ്സ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഡൊമിനിക്കിനോട് പറയുന്നു. അങ്ങനെ പൂജ എന്നൊരു പെൺകുട്ടിയുടെയാണ് ആ പേഴ്സ് എന്ന് ഡൊമിനിക് കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ പെൺകുട്ടി 4 ദിവസമായി മിസ്സിംഗ് ആണ്. പൂജ അവളുടെ എക്സിനെ തിരക്കി പോയതാണ് എന്ന് അവളുടെ ഫ്ലാറ്റ്മേറ്റ്സ് പറയുന്നുണ്ട്. അങ്ങനെ പൂജയുടെ എക്സായ കാർത്തിക്കിനെ തിരക്കി ഡൊമിനിക് പോകുന്നു. അങ്ങനെ അവന്റെ അനിയത്തി നന്ദിതയുടെ അടുത്തെത്തുന്നു. 2 വർഷത്തോളമായി കാർത്തിക് മിസ്സിംഗ് ആണെന്ന് നന്ദിത പറയുന്നുണ്ട്. അങ്ങനെ കാർത്തിക് ജോലി ചെയ്യുന്ന കമ്പനിയിൽ വന്ന് അന്വേഷിക്കുന്നു. അവിടുത്തെ ബോസിന്റെ വണ്ടി ആക്സിഡന്റ് ആയി കാർത്തിക് ഒരു ലേക്കിലേക്ക് വീഴുന്നു. അതിൽ പിന്നെ കാർത്തിക്കിനെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ പോലീസിന്റെ ഹെൽപ്പോട് കൂടി ഡൊമിനിക് ആ ലേക്ക് ഏരിയ മൊത്തം കാർത്തിക്കിന്റെ ബോഡിക്കായി തപ്പുന്നുണ്ട്. എന്നാൽ പൂജയുടെ ബോഡിയാണ് അതിൽ നിന്ന് കണ്ടുകിട്ടുന്നത്. അങ്ങനെ ഡൊമിനിക് എന്തൊക്കെയോ സംശയം തോന്നി തിരികെ നന്ദിതയുടെ അടുത്തെത്തുന്നു. സത്യത്തിൽ നന്ദിത തന്നെയാണ് കാർത്തിക്. കാർത്തിക്കിന് ഒരു സ്ത്രീയായി ജീവിക്കാനായിരുന്നു ഇഷ്ടം. നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ സ്ത്രീ കഥാപാത്രമാണ് അവൻ കൂടുതലും ചെയ്യാറ്. നന്ദിത 15-ാം വയസ്സിൽ ഒരു ഹാർട്ട് പ്രോബ്ലം വന്ന് മരിച്ചു പോകുന്നു. കാർത്തിക് ഒരു ആണായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് നടക്കുന്നില്ല. അതുകൊണ്ട് ആ ആക്സിഡന്റിന് ശേഷം അവൻ സ്ത്രീയായി ജീവിക്കാൻ തീരുമാനിച്ചു. അവന്റെ സഹോദരിയുടെ ഐഡന്റിറ്റിയിൽ അവൻ ജീവിക്കാൻ തുടങ്ങി. ഇതൊക്കെ മനസ്സിലാക്കി പൂജ അവനെ തേടി വന്നു. അങ്ങനെ പൂജയെ കൊലപ്പെടുത്തി. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് ഡൊമിനിക്കിനെയും കൊല്ലാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് വിഘ്നേഷ് കയറി വരുന്നു. അതോടെ കാർത്തിക് അവിടുന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് ആൻഡമാനിൽ വെച്ച് നന്ദിതയുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന കാർത്തിക്കിനെ ഡൊമിനിക് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നു.